അങ്ങനെ നിപ്പയിൽ ആശ്വാസമായിരിക്കുകയാണ് കോഴിക്കോടുകാർ. തുടർച്ചയായ 9ാം ദിവസവും കോഴിക്കോട് നിപ്പ പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് കോഴിക്കോടുകാർക്ക് മാത്രമല്ല കേരളത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഒന്നടങ്കം ആശ്വാസകരമായ വാർത്തയാണ്. ഇങ്ങനെ ജില്ലയിൽ നിപ്പ ഭീഷണി കുറഞ്ഞതോടെ കോഴിക്കോട് വീണ്ടും പഴയ രീതിയിലേക്ക് തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം സാധാരണ നിലയിലേക്ക് വരികയാണ്. നാളെ തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ പതിവ് പോലെ തുറന്ന് പ്രവർത്തിക്കും. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴികെയുള്ള സ്കൂളുകൾക്കാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തുറന്നു പ്രവർത്തിക്കുവാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. സ്കൂളുകളിൽ എത്തുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് ജീവനക്കാരും മാസ്കും സാനിറ്റൈസറും നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് ഉത്തരവുണ്ട്. കൂടാതെ വിദ്യാലയങ്ങളുടെ പ്രവേശന കവാടത്തിലും ക്ലാസ് റൂമുകളിലും സാനിറ്റൈസർ വെക്കേണ്ടതും എല്ലാവരും ഇത് ഉപയോഗിച്ച് കൈകൾ സാനിറ്റൈസ് ചെയ്യേണ്ടതുമാണ്. അതേസമയം നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതുവരെ ക്ലാസുകൾ ഓൺലൈനായി തന്നെ തുടരണമെന്നും കലക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 1106 നിപ്പ സാമ്പിളുകളാണ് ഇതുവരെ പരിശോധിച്ചിട്ടുള്ളത്. സമ്പർക്ക പട്ടികയിലുള്ള 915 പേർ നിലവിൽ ഐസൊലേഷനിലുമുണ്ട്. കൂടാതെ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. എന്തായാലും വീണ്ടും ഒരു നിപ്പ തരംഗം കേരളത്തിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇതോടെ ഒഴിയുന്നത്.